ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മളൊരു വ്ളോഗാണ് കേട്ടോ ചെയ്യുന്നത്. കുവൈറ്റിലെ ഏറ്റവും നല്ല കാണാൻ ഭംഗിയുള്ള ഒരു സ്ഥലമാണ് അൽ ബുഹൈറ ഫാം. അവിടുത്തെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. വളരെ ഭംഗിയായിട്ട് പൂക്കളും ചെടികളും അതുപോലെ പച്ചക്കറികളും ഒക്കെ കൊണ്ട് വളരെ ഭംഗിയായിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് ഇന്ന് ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഈ ഫാമിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. ഇപ്പോൾ 2004 ജനുവരി 1 കേട്ടോ. കുവൈറ്റിലിവിടെ ഹോളിഡേ ആയതുകൊണ്ട് ഞങ്ങൾ ഈ ഫാം ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് പോവാണ്. നമ്മൾ താമസിക്കുന്ന അബു ഖലീഫയിൽ നിന്ന് ഒരു 2 മണിക്കൂറോളം ഉണ്ട് കേട്ടോ അൽ ബുഹൈറ ഫാമിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് ദൂരം തന്നെ ഉണ്ട്. ഏകദേശം ഒരു 150 കിലോമീറ്ററോളം നമുക്ക് പോകേണ്ടതായിട്ടുണ്ട്. അതിനിടയിൽ ചെറിയ മഴക്കാരും ഒക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങളവിടെ എത്തിയപ്പോഴേക്കും മഴയൊക്കെ ഒന്ന് ചെറുതായിട്ട് ചാറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഓൺലൈനിലാണ്, നമ്മളവിടെ കാർ പാർക്ക് ചെയ്യുമ്പോൾ തന്നെ ഓൺലൈനിൽ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അവർ ഒരു കോഡായിട്ട് വരും കേട്ടോ. അപ്പോൾ QR കോഡ് വഴിയായിട്ട് നമ്മൾ ഓൺലൈനിൽ നമുക്ക് പേയ്മെൻറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിനകത്തേക്ക് കയറേണ്ടത്. കയറി വരുമ്പോൾ തന്നെ ഇതുപോലെ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. കയറി ചെല്ലുമ്പോൾ തന്നെ ഭയങ്കര തണുപ്പായിരുന്നു. പ്രത്യേകിച്ച് അബ്ദലി ഏരിയയിൽ ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. വന്ന് കയറിയപ്പോൾ തന്നെ ഇത്തിരി മഴയുണ്ടായതാണ് ഒരു പ്രശ്നമായത്. ചെറുതായിട്ടൊരു മഴച്ചാറ്റലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം തന്നെ ഷെയ്ഡായിട്ടുള്ള ഏരിയയിലേക്ക് പോയിട്ടോ. അതായത് കുറച്ച് സ്ഥലം ഷെയ്ഡായിട്ടുള്ള ഏരിയയിലുണ്ട്. അതിൻ്റെ അടിയിൽ ഒരുപാട് പച്ചക്കറികൾ, വെജിറ്റബിൾസ് കുറേ, അതുപോലെ തന്നെ കുറേ ചെടികൾ ഒക്കെയുള്ള ഏരിയ ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാമെന്ന് ഓർത്തിട്ട് നമ്മൾ ആ സെക്ഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മഴ മാറിയതിന് ശേഷം നമുക്ക് ഈ ഏരിയയിലേക്ക് വരാം. ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരുപാട് വെജിറ്റബിൾസും അതുപോലെ തന്നെ ഇൻഡോർ പ്ലാന്റ്സ്, ഔട്ട്ഡോർ പ്ലാന്റ്സ് അങ്ങനെയുള്ള ഒരുപാട് സെക്ഷൻസാണ്. അതുപോലെ കാക്ടസ് പ്ലാന്റിന് തന്നെ പല തരത്തിലുള്ള ചെറിയതും വലുതും ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലാന്റുകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്കിത് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു കോഫി കുടിക്കാമെന്ന് ഓർത്തിട്ട് നമ്മുടെ ഈ കോഫി ഷോപ്പിലേക്ക് നമ്മളിങ്ങോട്ട് നീങ്ങിയിട്ടോ. നല്ല തണുപ്പായതുകൊണ്ട് തന്നെ, നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ നല്ല തണുപ്പാണ് കേട്ടോ. കോച്ചി പോകുന്ന തണുപ്പാണ്. പ്രത്യേകിച്ച് മഴയും കൂടി പെയ്തതുകൊണ്ട് ഒട്ടും വെയിലില്ലാത്തത് കൊണ്ട് തന്നെ അന്നത്തെ ദിവസം നല്ലൊരു തണുപ്പായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ക്ലൈംബേഴ്സ്, ക്രീപ്പേഴ്സ് അങ്ങനെയുള്ള പ്ലാന്റ്സുകളും ഇവിടെയുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിരുന്നു. എല്ലാം ഓരോന്നോരോന്ന് നോക്കി കാണാനായിട്ട് നമുക്ക് ഒത്തിരി നേരം വേണം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓരോന്നും കാണണമെന്നുണ്ടെങ്കിൽ ഒത്തിരി നേരം വേണം കേട്ടോ. ഓരോ സെക്ഷനിലേക്ക് നടന്നു നീങ്ങിയാൽ വെറൈറ്റി ആയിട്ടുള്ള പല ചെടികളും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. നമ്മുടെ കേരളത്തിലുള്ളത്, ഇന്ത്യയിലുള്ളത്, കുവൈറ്റിലുള്ളത് അങ്ങനെ എല്ലാ രാജ്യത്തുള്ള ചെടികളും തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന ബാലിസ്യം, ബാലിസ്യം ആ പൂവിൻ്റെയൊക്കെ പലതരത്തിലുള്ള കളറുണ്ട്. അതുപോലെ വെന്തിപ്പൂ, ജമന്തി അങ്ങനെയുള്ള എല്ലാ ചെടികളും ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് സൈക്ലിംഗ് ഒക്കെ പറ്റും കേട്ടോ. സൈക്കിൾ ഇവിടെ തന്നെ നമുക്ക് ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ 1 അവറിനൊക്കെ നമുക്ക് റെൻറ്റിന് കിട്ടും. അങ്ങനെ നമുക്ക് സൈക്ലിംഗ് ഒക്കെ സാധിക്കും കേട്ടോ. നല്ല കട്ട വെന്തിപ്പൂ നിൽപ്പുണ്ട്. അതുപോലെ തന്നെ ചുവന്ന സൂര്യകാന്തി നിൽപ്പുണ്ട് കേട്ടോ അവിടെ. ഇതാണ് കേട്ടോ നമ്മുടെ അൽ ബുഹൈറ ഫാമിൻ്റെ വേറൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുടകൾ ഇങ്ങനെ കമിഴ്ത്തി വെച്ചിരിക്കുന്നത് പോലെയുള്ള ഒരു ഭാഗമുണ്ട് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഏരിയ തന്നെയാണ്.
അവിടെ വെച്ച് നമ്മുടെ ഫ്രണ്ടായിട്ടുള്ള അന്നായും സുബിനെയും കണ്ടുമുട്ടി കേട്ടോ. അവരായിട്ട് അങ്ങനെ കുറച്ച് വർത്തമാനങ്ങളൊക്കെ പറയാൻ സാധിച്ചു. അതുപോലെ തന്നെ അവരുടെ കുട്ടികളായിട്ടൊക്കെ കുറച്ച് നേരം സംസാരിച്ചിരുന്നു. അങ്ങനെ നമ്മൾ ഇനി അടുത്ത സെക്ഷനിലേക്ക് പോവുകയാണ്. ഇവിടെയാണ് ജറബറയുടെ കളക്ഷൻസ് ഉള്ളത്. ഡിഫറെൻറ്റ് കളറിൽ നല്ല വലിപ്പമുള്ളതും ചെറുതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റി ജറബറയുടെ കളക്ഷൻസാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ലൊരു ഏരിയയിലേക്കാണ് നമ്മൾ വന്ന് കയറുന്നത്. ഇപ്പോൾ മഴയൊക്കെ മാറിയിട്ട് അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം പുറത്തേക്ക് ഇറങ്ങിയാലും കുഴപ്പമില്ലാത്തൊരവസ്ഥയിലോട്ടായി. എന്നാലും സൂര്യൻ ഇപ്പോഴും തെളിഞ്ഞിട്ടില്ല, മഴക്കാറായിട്ട് തന്നെയൊക്കെയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഏരിയയാണ് കേട്ടോ ഇത്. ഇതാണ് കേട്ടോ കരിമ്പും കൃഷി. കരിമ്പുകളാണ്, കരിമ്പിൻ്റെ സെക്ഷനാണ് ഈ സെക്ഷനെല്ലാം. ഇപ്പുറത്തെ സെക്ഷനിലേക്ക് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ക്യാരറ്റിൻ്റെ കൃഷിയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ വെജിറ്റബിൾ സെക്ഷൻ ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ക്യാരറ്റിൻ്റെ ഒരു സ്ട്രക്ചറൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അവർ. അപ്പോൾ ഇത് ക്യാരറ്റാണ് ഇവിടെ മൊത്തം നട്ടിരിക്കുന്നത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് നമ്മൾ എത്ര രൂപയ്ക്കാണ് ഇവിടെ ടിക്കറ്റ് എടുത്തത്, അതായത് ഓരോരുത്തർക്കും ഇത്ര KD എന്ന് വെച്ചിട്ടുണ്ടല്ലോ. അപ്പം 3 KD വെച്ചിട്ടാണ് ഒരാൾക്ക്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്രയാണോ നമ്മുടെ പേഴ്സൺ ഉള്ളത് അത്രയും KDക്കുള്ള വെജിറ്റബിൾസ് നമുക്ക് പോരാൻ നേരത്ത് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ എടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ 12 KDക്കുള്ള വെജിറ്റബിൾസ് നമുക്ക് എടുത്തിട്ട് വരാൻ പറ്റും കേട്ടോ. ഫ്രഷാണ്, നല്ല ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസാണ് നമുക്ക് കിട്ടുക. ഇതൊക്കെ കരിമ്പിൻ കൃഷി തന്നെയാണ് കേട്ടോ. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമ്മൾ എത്ര KDക്കാണ് നമ്മൾ ഓരോ ആളുകളും എത്ര KDക്കാണ് നമ്മൾ എൻട്രൻസ് ഫീസ് നൽകിയത്, അതിനനുസരിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എൻജോയ്മെൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ എത്ര KDക്കാണ് നമ്മൾ കയറിയെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് നമുക്കൊന്നില്ലെങ്കിൽ വെജിറ്റബിൾസ് മേടിക്കാം, അല്ലെങ്കിൽ ഇതിൽ ചെറിയ സൂ ഉണ്ട് അത് കാണാനായിട്ട് നമുക്ക് പേയ്മെൻറ്റ് അതിനായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ കുട്ടികൾക്കുള്ള പാർക്കായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ എന്ത് മേടിച്ചാലും നമുക്ക് ഒന്നില്ലെങ്കിൽ ആ ഒരു നമ്മൾ കൊടുത്ത ആ ഫീസിൽ നമുക്ക് ഇതൊക്കെ ഉൾപ്പെടുത്താൻ സാധിക്കും കേട്ടോ. അതുപോലെ ജർബറയുടെ വിത്തുകൾ, അങ്ങനെ പല ഫ്ലവേഴ്സിൻ്റെ ഈ ഇരിക്കുന്ന ഫ്ലവേഴ്സിൻ്റെ എല്ലാ വിത്തുകളും ഒപ്പം ഇവിടെ ചെടികളും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഒരു 2 ആഴ്ചയും കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ ഈ ചെടികളുടെ എല്ലാം ചെടി ഇപ്പോൾ നല്ലോണം മുട്ടായിട്ട് നിൽക്കുകയാണ്. കുറച്ചൊക്കെ പൂത്ത് തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. ഈ ഇരിക്കുന്ന ചെടികളെല്ലാം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അവരവിടെ വെറൈറ്റി ആയിട്ടുള്ള കളറുകളിലുള്ള ചെടികൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ വിത്തുകളും ഒപ്പം തന്നെ വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ അത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. നമ്മൾ നേരത്തെ കണ്ട ആ വലിയ ഫ്ലവറിൻ്റെ ചെടിയാണ് കേട്ടോ ഇത്. ചെടി നമ്മളെല്ലാത്തുമ്മയും ഇവിടെ നിറച്ചും ഇങ്ങനെ നിൽക്കുവാണ്. ഇതുമ്പോൾ എല്ലാത്തുമ്മയും മുട്ടായിട്ട് നിൽക്കുവാണ് കേട്ടോ. ഒരു 2 ആഴ്ച കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരുന്നാനെ കാണാൻ വേണ്ടിയിട്ട്. നല്ല രസമുള്ള ഒരു ഫ്ലവറാണിത്.
ആ വലിയ ഫ്ലവറിൻ്റെ പല കളറിലുള്ള ചെടികളാണ് നിൽക്കുന്നത്. മൊത്തം എല്ലാത്തുമ്മേയും മുട്ടിട്ട് നിൽക്കുകയാണ് കേട്ടോ. നല്ല വലിയ മുട്ടുകളുമാണ്. എല്ലാം നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇതും എല്ലാത്തുമ്മേയും മുട്ടാണ് കേട്ടോ നിൽക്കുന്നത്. നമ്മൾ അടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും, എല്ലാം മുട്ടിൽ നിൽക്കുവാണ്. ഇനി നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോവാണ്. ഇവിടെ വെജിറ്റബിൾ സെക്ഷനാണ് കേട്ടോ. കോളിഫ്ലവർ, അതുപോലെ തന്നെ നമ്മുടെ കടുകിൻ്റെ പൂവൊക്കില്ലേ, അതൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒന്നും പറയാനില്ല, വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ്. തണുപ്പ് മാത്രം സഹിക്കാൻ പറ്റുന്നുണ്ടായില്ല കേട്ടോ. നല്ല ഉഗ്രം തണുത്ത കാറ്റും തണുപ്പുമായിരുന്നു അന്നത്തെ ദിവസം. ഇവിടെ ചെറിയ മിനി സൂ ഉണ്ട് കേട്ടോ. മിനി സൂവിലേക്കാണെങ്കിലും നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ എൻട്രൻസ് ഫീസിൽ നമുക്കത് ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പം അതിലേക്ക് ഞങ്ങൾ കയറിയില്ല കേട്ടോ. സൂവിലേക്ക് നമ്മൾ കയറിയില്ല. ചെറിയൊരു സൂ ആണ്. ഇവിടെ നമുക്ക് ചെറിയ ഷോപ്പുകളും ഉണ്ട്. നമുക്ക് ഭക്ഷണം കഴിക്കാൻ പിസ്സ ഹട്ട്, ബർഗർ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ കിട്ടും. അതുപോലെ റെസ്റ്റോറൻറ്റ് ഇവിടെയായിട്ട് നമുക്ക് തീ കായാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ഫയർ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വെജിറ്റബിളൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാം. അപ്പോൾ നമുക്ക് ക്യാബേജ്, എല്ലാം നല്ല ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ആണ് കേട്ടോ. നമ്മൾ എത്ര മേടിക്കുക നമ്മൾ എൻട്രൻസ് നടത്തിയോ അത്രയും നമുക്ക് വെജിറ്റബിൾസ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബീറ്റ്റൂട്ട്, നല്ല ഫ്രഷ് ആയിട്ടുള്ള ബീറ്റ്റൂട്ട്, അതുപോലെ തന്നെ ക്യാരറ്റ്, പിന്നെ എന്താ സ്പ്രിംഗ് ഒനിയൻ, ഇതൊക്കെ നമ്മൾ മേടിച്ചു കേട്ടോ. ഇതുപോലെ വെജിറ്റബിൾസ് മേടിച്ചു എന്നുള്ളത് ഞാൻ കാണിച്ചു തരേ. അതുപോലെ തന്നെ ഇതുണ്ടോ, കുഞ്ഞി തക്കാളിയാണ് കേട്ടത്.
ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് ഫ്രഷ് ആയിട്ടുള്ള ചെറി ചെറി ടൊമാറ്റോ എന്നാണ് പറയുന്നത് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ ടൊമാറ്റോന്. മധുരമാണ് കേട്ടോ, പുളിയല്ല. നല്ല ടേസ്റ്റുള്ള ടൊമാറ്റോ. അതുപോലെ തന്നെ ഇവിടെ ഫ്രഷ് ആയിട്ടുള്ള മിൻറ്റിൻ്റെ ഓയില്, അതുപോലെ തന്നെ റോസ്മെരി ഓയില്, റോസ്മെരി വാട്ടർ, അങ്ങനെയുള്ള ജിഞ്ചർ പൗഡർ, ഇതെല്ലാം നല്ലത് കിട്ടും കേട്ടോ. ഇതൊക്കെ നമുക്ക് മേടിക്കാനായിട്ട് സാധിക്കും. അതുപോലെ മിൻറ്റ് പൗഡർ, എന്ത് വേണമെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് മേടിക്കാം കേട്ടോ. ഇതെല്ലാം നമുക്ക് പെറുക്കി എടുക്കാം. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് നമ്മുടെ എൻട്രൻസ് ഫീസ് എത്രയായിരുന്നോ അതനുസരിച്ചിട്ട് നമുക്ക് ബില്ലെടുക്കാം. ഇനി നമ്മൾ സൂര്യകാന്തിയുടെ സെക്ഷനിലേക്കാണ് കേട്ടോ വരുന്നത്. ഒരുപാട് സൂര്യകാന്തികൾ നമ്മൾ വന്ന സമയമായപ്പോഴേക്കും അതൊക്കെ വാടി ഒരുവിധം തീർന്നു. സൂര്യകാന്തിയൊക്കെ ഉണ്ടായി ഒരുവിധം തീർന്ന ഒരു സമയത്തെയാണ് നമ്മൾ എത്തിയത് കേട്ടോ. ഇത് നിറയെ സൂര്യകാന്തിയുടെ വിത്തുകളാണ് കേട്ടോ നമ്മൾ കാണുന്നത്. ഇതാണ് സൂര്യകാന്തിയുടെ വിത്തുകൾ. എല്ലാം ഇങ്ങനെ കൊഴിഞ്ഞു പോയ സൂര്യകാന്തികൾ ഇവിടെ നിൽപ്പുണ്ട്. നല്ല ഫ്രഷ് ആയിട്ടുള്ളതൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. ഇതുപോലെ ചോളം ഇതുപോലെ പൂത്ത് നിൽപ്പുണ്ട്. ഒരുപാട് ചോളത്തിൻ്റെ സെക്ഷനാണ്. ചോളത്തിൻ്റെ സെക്ഷൻ്റെ ഈ സൈഡിലായിട്ടാണ് ഒരു സൂര്യകാന്തി നട്ടുപിടിപ്പിച്ചേക്കുന്നത്. സൂര്യൻ പതുക്കെ തെളിഞ്ഞ് വന്നിട്ട് കേട്ടോ. അപ്പം നമ്മുടെ സൂര്യകാന്തി പൂക്കളൊക്കെ എടുക്കാൻ നല്ല രസമുണ്ടാവും. സൂര്യൻ തെളിഞ്ഞു, നമുക്ക് ചെറിയൊരു ചൂടൊക്കെ കിട്ടി തുടങ്ങിയിട്ടാ. ഇനി അധികം വലിപ്പമില്ലാത്ത, അധികം സീഡുകളില്ലാത്ത ടൈപ്പ് സൂര്യകാന്തികളും നമുക്കിവിടെ ഉണ്ട് കേട്ടോ. ചെറിയ ടൈപ്പ് സൂര്യകാന്തികളും ഭയങ്കര വലിപ്പമുള്ള സൂര്യകാന്തികളും കാണാൻ ഭംഗിയുണ്ട്. നല്ല രസമുണ്ട് എല്ലാം കാണാനായിട്ട്. ബോഗെയിൻവില്ലകളും ഒരുപാട് പൂത്ത് നിൽപ്പുണ്ട്. അതുപോലെ നമുക്ക് കുതിര സവാരിയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം കേട്ടോ. അങ്ങനെ വൈകുന്നേരം ആയിട്ടുണ്ട്. അപ്പം നമ്മൾ പോകാനായിട്ടുള്ള പരിപാടിയിലാണ്. അങ്ങനെ നമ്മൾ പയ്യെ പോവാണ്. ഇവിടുത്തെ യാത്രയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചും ഈ അൽബുഹൈറ ഫാമിലേക്ക് ശരിക്കും ഒരു മരുഭൂമിയിലോടുള്ള യാത്ര പോലെ തന്നെയാണ് കേട്ടോ. ഇതൊക്കെയാണ് നമ്മൾ മേടിച്ച വെജിറ്റബിൾസ് എന്ന് പറയാനായിട്ട്. ക്യാപ്സിക്കം ഉണ്ട്. ഇതുപോലെയുള്ളൊരു ചെറിയ ഇലകൾ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ ഇവിടെ എപ്പോഴും സർവ്വസാധാരണമായിട്ടുള്ള ഒരു ചീരയാണത്. ആ ചീര മേടിച്ചിട്ടുണ്ട്. സ്പ്രിങ് ഓനിയൻ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു വലിയ കോളിഫ്ലവർ ഉണ്ട്. ക്യാരറ്റ്, ബീട്രൂട്ട് ഒക്കെ കാണിച്ചു തരാം കേട്ടോ. ഓരോന്നോരോന്ന് കാണിച്ചു തരേ. ഇതാണ് ചെറി ടൊമാറ്റോ. ഇതിന് നല്ല മധുരമാണ്. ഇത് നമുക്ക് കടിച്ച് വെറുതെ തിന്നാനായിട്ടുള്ളതാണ്. ഇതൊരു ചൈനീസ് ക്യാബേജാണ്. നല്ല വലിപ്പമാണ് കേട്ടോ. ഏകദേശം ഒരു 1.25 കിലോളം വരുന്നൊരു ക്യാബേജാണിത്. നമുക്ക് ഫ്രൈഡ് റൈസിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ബർഗറൊക്കെ ഉണ്ടാക്കുമ്പോഴാണെങ്കിലും ഒക്കെ അതിനുള്ളിൽ വെച്ച് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ക്യാബേജാണ്. പിന്നെ ഇത് നമ്മുടെ ജിഞ്ചർ പൗഡറാണ് കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ടുള്ള ജിഞ്ചർ പൗഡറാണ്. പിന്നെ ഇത് നമ്മുടെ
നമ്മൾ ബജ്ജി ഉണ്ടാക്കുന്ന മുളകാണ് ഇത്. ലൈറ്റ് ഗ്രീൻ അല്ല, ഡാർക്കാണ്. പക്ഷേ എരിവൊന്നുമില്ല കേട്ടോ, ഒട്ടും എരിവില്ലാത്തൊരു മുളകാണ്. നമ്മുടെ ലൈറ്റ് ഗ്രീൻ മുളകിനേക്കാളും എരിവില്ല എന്ന് പറയാം. പിന്നെ ഇത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഈന്തപ്പഴമാണ് കേട്ടോ, നല്ല ഫ്രഷ് ആയിട്ടുള്ളൊരു ഈന്തപ്പഴത്തിൻ്റെ ഒരു ബോക്സാണ്. ഇതിൽ ബീൻസ് ഉണ്ടായിരുന്നു, വലിയൊരു കോളിഫ്ലവർ ഉണ്ടായിരുന്നു. ഇത്രയും സാധനങ്ങളൊക്കെയാണ് കേട്ടോ നമ്മൾ മേടിച്ചത്. അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ വീഡിയോ വിശേഷങ്ങൾ. അപ്പം നമുക്ക് പുതിയ എപ്പിസോഡിൽ പുതിയ റെസിപ്പിയോ പുതിയ വ്ളോഗോ പുതിയ വിശേഷങ്ങളോ ഒക്കെ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ, താങ്ക് യു.